അത് മാറ്റുക. അമ്മയെക്കാളും ചെറുതല്ല ഭാര്യ, അമ്മയ്ക്കൊപ്പവുമല്ല. അമ്മയെക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കല്യാണം കഴിയുന്ന അന്ന് മുതൽ പ്രാധാന്യമുള്ള ഒരാളാണ് കേട്ടോ ഭാര്യ എന്ന് പറയുന്നത്. നമ്മൾ റെസ്പോൺസിബിൾ ആണ്, പേരൻസിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. പക്ഷെ അതൊരിക്കലും ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ടായിരിക്കില്ല. പിന്നെ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു ഭാര്യ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ പ്രതീക്ഷകൾ നമ്മുടെ ഒരു ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോകുന്ന അനുസരിച്ച്, അതായത് വർഷങ്ങൾ കഴിയുന്ന അനുസരിച്ച് കൂടിക്കൂടി വരും. പലരിലും ആദ്യം ഉണ്ടായിരുന്ന ഒരു അടുപ്പവും സ്നേഹവും ഒരു പ്രണയവും ഒക്കെ വർഷങ്ങൾ കഴിയുന്ന അനുസരിച്ച് ഇല്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. വർഷങ്ങൾ കഴിഞ്ഞു പോകുന്ന അനുസരിച്ച് മിക്ക പുരുഷന്മാർക്കും പല പല കാര്യങ്ങളും അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളായി പോകുമ്പോൾ സ്ത്രീകൾക്ക് അത് നേരെ തിരിച്ചാണ്. അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് ചില കാര്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം അത് അവർക്കൊരു ഫീൽ ഉണ്ടാവും. അവർ ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളൊരു ഫീൽ ഉണ്ടാകും. അത് ഒരു ഫീല് മാത്രമല്ല, വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ചിലപ്പോൾ അവരുടെ പ്രൊഫഷൻ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം, അവരുടെ എഡ്യൂക്കേഷൻ പകുതി വഴിക്ക് വെച്ച് മുറിഞ്ഞു പോയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു കല്യാണത്തിലേക്ക് വന്നത്. അതുപോലെ അവരുടെ പാഷൻ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. അതുപോലെ 1-2 കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിന് അവർക്ക് കുറേ വണ്ണം വെക്കുന്നുണ്ടാവാം, അവരുടെ സ്കിന്നിൽ പാടുകൾ ഉണ്ടാവാം, അവരുടെ മുടി നരയ്ക്കുന്നുണ്ടാവാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ പുരുഷന്മാർക്കില്ലെന്നല്ല പറയുന്നത്, അവരും ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് സ്ത്രീകളുടെ കാര്യം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ പറ്റിയിട്ട് മാത്രമാണ് കേട്ടോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് സ്ത്രീകൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻസി തന്നെയാണ്. ട്രാൻസ്പെറൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും സംസാരിക്കാൻ അത്രയും അടുപ്പത്തിലുള്ള ഒരു ബന്ധം. അപ്പോൾ അത് ഇപ്പം ചില ഭർത്താക്കന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് എന്തും എന്നോട് പറയാനുള്ള ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ആ ഒരു ഫ്രീഡം അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വെറും അർത്ഥമില്ലാത്തൊരു വാക്കാണ്. ഭാര്യ ഭർത്താവ് അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ഇടയ്ക്ക് അവിടെ ഫ്രീഡത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അതൊരു ബന്ധം എന്നുള്ള വാക്കുകൊണ്ട് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭാര്യ, ഒരു ഭർത്താവ് എപ്പോഴും ആഗ്രഹിക്കും ഭാര്യ എല്ലാം വന്ന് എന്നോട് പറയട്ടെ, അവൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ പറയട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, അല്ല അവരുടെ പ്രശ്നങ്ങളോ അവരുടെ സന്തോഷങ്ങളോ ഒക്കെ ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ അവർ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ നല്ല ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളതൊരു ഭാര്യയ്ക്ക് തോന്നുക. അതുപോലെ തന്നെ മിക്ക ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഭാര്യനെ കുറച്ച് കെയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ, ഇപ്പോൾ വീട്ടിൽ അടുക്കളയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ തുണിയൊക്കെ ഒന്ന് കഴുകാൻ കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഭാര്യയുടെ അടിമയാണ്, അല്ലെങ്കിൽ എന്താണ് പെൺകോന്തൻ എന്നൊക്കെയുള്ള വാക്കുകൾ കൊണ്ട് ആളുകൾ പറയാറുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ ചിന്തകളും ഈ ഒരു ജനറേഷനിലും ഇങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വെറും വിട്ടിയാണ്. കാരണം ഒരിക്കലും എത്രയോ വർഷങ്ങൾ നിങ്ങൾ ഭാര്യയുടെ കൂടെ ജീവിച്ചിട്ടും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളുണ്ടെങ്കിൽ അത് വെറുതെ വിഡ്ഢിത്തമാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. കാരണം ആ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോവുക. അതല്ലാതെ ഒരുപാട് പേര് ഒരു ട്രബിളിലായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കല്യാണം കഴിഞ്ഞ സമയത്തൊന്നും എൻ്റെ ഭാര്യ ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, ഇവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഭാര്യമാരും അവരും സ്വയം തിരിച്ചറിയുന്നില്ല നമ്മുടെ പ്രശ്നം എന്താണ് എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയുള്ള ആളുകൾക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ റെലവൻ്റ് ആവുക. അപ്പം നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ജനറേഷനിൽ അധികം കാണാതിരിക്കുന്നതും എന്നാൽ പണ്ടുള്ള ജനറേഷനിൽ ഒരുപാട് കണ്ടുകൊണ്ടിരുന്നിട്ടുള്ള ഒരു കാര്യമാണ് ഭാര്യനെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തി അങ്ങോട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ അവളെങ്ങനെയാ, അവളുണ്ടാക്കുന്ന കാര്യങ്ങൾ വായി വയ്ക്കാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവൾക്കൊരു ഡ്രസ് സെൻസ് ഇല്ല, എന്തും ആയിക്കോട്ടെ, എന്ത് കാര്യം കൊണ്ടും ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളോ എന്ത് കാര്യത്തിനെ പറ്റിയാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യനെ തരം താഴ്ത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഭാര്യയ്ക്കും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പല നിവർത്തികേട് കൊണ്ട്
ചിലപ്പോൾ ഒരു ഭാര്യയ്ക്ക് അതിനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ വെച്ച് അവർക്ക് അതിനെ എതിർത്ത് സംസാരിക്കാനോ ഒന്നും പറ്റുന്നുണ്ടാവത്തില്ല. പക്ഷെ പോകെ പോകെ അത് ഡിപ്രഷനായിട്ടോ അല്ലെങ്കിൽ ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ കുട്ടികളോടുള്ള ദേഷ്യമായിട്ടോ അങ്ങനെ പല രീതിയിൽ അവരത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. കാര്യം അവർ തന്നെ അത് തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിൽ പെരുമാറുന്നതെന്ന്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കപ്പെടേണ്ടി വരുന്ന ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനും സങ്കടമൊക്കെ ഭയങ്കരമായിട്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഒരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ലാത്തൊരു കാര്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തരം താഴ്ത്തുക എന്ന് പറയുന്നത്. ഇനി ഇത് കാണുന്ന ആൾ, ഇത് പറയുന്ന ആൾക്ക് ഇതൊരു വലിയ എന്തോ ക്രെഡിറ്റ് ഉള്ള ഒരു കാര്യം ചെയ്തതായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇത് കാണുന്ന ആൾക്കും തോന്നും ഇങ്ങനെ എന്തൊരു മനുഷ്യനാന്ന്. അത്രേ തോന്നത്തുള്ളൂ. നിങ്ങളെപ്പറ്റി ഒരു മതിപ്പും അവിടെ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത്, എന്തിന് കല്യാണം കഴിഞ്ഞ് വരണ്ട, ഒരു പെൺകുട്ടി ജനിച്ച് വളരുമ്പോൾ തൊട്ടുള്ള കണ്ടീഷനിങ് ആണ് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റില്ലെങ്കിൽ നീ വേറൊരു വീട്ടിൽ പോയി കയറേണ്ടതാണ്, അവിടെ പോയി നീ ഉറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. പിന്നെന്താണ്, പെൺകുട്ടികളായാൽ മിറ്റടിക്കണം, അടങ്ങി ഒതുങ്ങി നടക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പം നീ ഇതൊക്കെ ചെയ്യേണ്ടതാണെന്നുള്ള വാക്കുകൾ കേട്ട് വളർന്നുകൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് ഒരു കണ്ടീഷൻഡാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള തെറ്റിദ്ധാരണയിൽ അവർ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പണ്ടത്തെ ജനറേഷനിൽ അവർ കാണുന്ന അമ്മമാരും ബന്ധുക്കളും അയൽവക്കംകാരും സ്ത്രീകളെല്ലാം ഇങ്ങനെയാണ്. അവർ കല്യാണം കഴിഞ്ഞ് വരുന്നു, ഭർത്താവിനും മക്കൾക്കും വേണ്ടി പണിയെടുത്ത് അങ്ങനെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെ പോകുന്നു. അപ്പോൾ അവർക്കന്ന് അവരുടെ ഒരു ലൈഫിൻ്റെ വേറൊരു തലം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സോഴ്സുകളില്ലായിരുന്നു. അവരുടെ കൂട്ടുകാർ അതേപോലെ ജീവിക്കുന്നവർ, അവരുടെ ബന്ധുക്കൾ അതുപോലെ ജീവിക്കുന്നവർ. പക്ഷെ ഇന്നത്തെ അവസ്ഥ മാറി. ഇന്നത്തെ സ്ത്രീകളൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. ഇനി വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ തന്നെ അവർ പല രീതിയിലുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാൻ സാഹചര്യമുള്ളവരാണ്. സോഷ്യൽ മീഡിയയുടെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറം വേറൊന്നും വേണ്ട. കയ്യിലൊരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ അറിയാൻ വയ്യാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളും കാണത്തില്ല. അപ്പം അങ്ങനെ നോക്കുമ്പം ആ ഒരു ജനറേഷനിൽ വന്നിട്ടുള്ളൊരു വ്യത്യാസം അറിഞ്ഞ് വേണം നമ്മൾ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പെരുമാറാനായിട്ട്. അതായത് ഇപ്പം നമ്മളെ വീട്ടിലെ അച്ഛനൊക്കെ ചെയ്യുന്ന കണ്ട്, അതായത് ചായ, ചോറ്, ചൂടുവെള്ളം എന്നൊക്കെ ഓർഡർ ഇടുന്നത് കണ്ടുകൊണ്ട് അത് കണ്ടു വളർന്ന് നമ്മൾ എൻ്റെ അമ്മ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ അങ്ങനെ ആവണം എന്ന് നിർബന്ധിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾ തന്നെ ഒരു വിള്ളലുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ബന്ധത്തിൽ. അതൊരിക്കലും ചെയ്യാതിരിക്കുക. എൻ്റെ അമ്മ ഇങ്ങനെയാണ്, അല്ല എൻ്റെ അമ്മ ഉണ്ടാക്കണ കറിയോളം നീ ഉണ്ടാക്കിയത് ഒക്കത്തില്ല, അല്ല എൻ്റെ അമ്മ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ എനിക്ക് ചെയ്തു തരുമായിരുന്നു. നിങ്ങളുടെ അമ്മയല്ല നിങ്ങളുടെ ഭാര്യ, തികച്ചും വേറൊരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് അവർ. അപ്പം അവരെ ആ രീതിയിൽ മനസ്സിലാക്കുക. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ദാമ്പത്യ ബന്ധത്തിൽ എന്നും കല്ലുകടികളായിരിക്കും. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ അമ്മയെ പറ്റി പറയുമ്പം എല്ലാവർക്കും അമ്മയ്ക്ക് തുല്യമായിട്ട് വേറെ ആരുമില്ല, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും ഭർത്താവിന് അമ്മയോടാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അമ്മ പറയുന്നതാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നതാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞത് നിനക്ക് അനുസരിക്കാൻ മേലെ, അല്ല എൻ്റെ അമ്മേനെ അനുസരിക്കാൻ മേലെങ്കിൽ നീ ഈ വീട്ടിൽ നിൽക്കണ്ട എന്നുള്ള സംസാരങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് ചിലപ്പം ഉണ്ടാകാം. അത് ചിലപ്പം മനസ്സിലൊന്നും വെച്ചുകൊണ്ടായിരിക്കത്തില്ല, നിങ്ങളുടെ അമ്മയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ 60 70 ഒക്കെ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അച്ഛന് ഇപ്പം അത്ര വയസ്സുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള ആരും ആയിക്കോട്ടെ, അത്രയും വയസ്സുള്ള ഒരാളെ ഒബ്സർവ് ചെയ്യുക. അവർ എപ്പോഴും അവരുടെ ഭാര്യനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. കാരണം അവരുടെ നല്ല പ്രായത്തിലും അവർ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തന്നെ ജീവിതം കുറേയൊക്കെ ഇല്ലാണ്ടാക്കിയവരായിരിക്കും. അപ്പോൾ ആ അനുഭവത്തിൽ നിന്നും നിങ്ങൾ കാണുന്ന 60 70 വയസ്സുള്ള ഒരാളും എൻ്റെ അമ്മയായിരുന്നു വലുത് എൻ്റെ ഭാര്യയെക്കാളും എന്ന് പറയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അമ്മ വലുതല്ലെന്നല്ല, അച്ഛനോടും അമ്മയോടും ഒക്കെ നമുക്ക് ഒരുപാട് കർത്തവ്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം, അതൊക്കെ വേണം. പക്ഷേ അമ്മയെക്കാളും ചെറുതാണ് ഭാര്യ എന്നുള്ളൊരു ചിന്ത നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. അമ്മയെക്കാളും ചെറുതല്ല ഭാര്യ, അമ്മയ്ക്കൊപ്പവുമല്ല. അമ്മയെക്കാളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കല്യാണം കഴിയുന്ന അന്ന് മുതൽ പ്രാധാന്യമുള്ള ഒരാളാണ് കേട്ടോ ഭാര്യ എന്ന് പറയുന്നത്. അപ്പം അതിന് കാരണങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത്
നിങ്ങളുടെ ഭാര്യയാണ്. അപ്പോൾ ആ ഒരു പരിഗണന എന്നല്ല, ആ ഒരു എന്താണ് ഈക്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം ഭാര്യയ്ക്ക് കൊടുത്തേ മതിയാകും. അത് കൊടുക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിന്റെ വീട്ടുകാർ എന്നുള്ള ഒരു വാക്ക് ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ വീട്ടുകാർ നിന്റെ വീട്ടുകാർ എന്നുള്ളൊരു കാര്യം. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കുക. ദയവ് ചെയ്ത് നിന്റെ വീട്ടുകാരെന്നുള്ള ഒരു വാക്ക് ഭാര്യയോട് പറയാണ്ടിരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർ, അതായത് വഴിയെ പോകുന്ന ആൾക്കാർ, ബന്ധുക്കള് എല്ലാവരും വന്നിട്ട് നിന്റെ ഭാര്യ ഇങ്ങനെയാണ്, നീ നിന്റെ ഭാര്യനെ നേരെ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ പറ്റി മൂന്നാമതൊരാൾക്ക് അഭിപ്രായം പറയാനായിട്ടുള്ള അവസരം കൊടുക്കാതിരിക്കുക. അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ള കാര്യമല്ല. അതിപ്പം നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയാണേലും നിന്റെ ഭാര്യ എന്നാടെ ഇങ്ങനെ കാണിക്കുന്നത്, നിന്റെ ഭാര്യ എന്നാടെ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത് എന്ന് പറയാനുള്ള അവകാശം ഒരാൾക്കും ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, നിന്റെ ഭാര്യ എന്തിനാ ജീൻസ് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ചോദിക്കുന്നത് ആരായാലും നിങ്ങൾ എന്തിനാ അത് ചോദിക്കുന്നത്, അത് അവളുടെ ഇഷ്ടമാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ആ ഭാര്യ വളരെ ലക്കി ആയിട്ടുള്ള ഒരു ഭാര്യയായിരിക്കും. കാരണം അത് അവരുടെ ചോയ്സാണ്, എന്ത് ഡ്രസ്സാണ് ഇടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ നടക്കണം എന്നുള്ളത്. അപ്പം ഒരുപാട് വലിയ മോറൽ ആയിട്ടുള്ള വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സുകളാണ്. അതിൻ്റെ അകത്ത് കയറി ആരെയും ഇങ്ങനെ അഭിപ്രായം പറയാനായിട്ട് അനുവദിക്കാതിരിക്കുക. പിന്നെ ഒരിക്കലും ഭാര്യമാരെ ഒരു കാര്യത്തിനും പുകഴ്ത്തി പറയലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതായത് എന്ത് കാര്യത്തിനും ഭാര്യനെ ഒന്ന് പ്രശംസിക്കുന്നത് ഏതാണ്ട് കുറച്ചിലായിട്ട് കരുതുന്നവർ. അത് അങ്ങനെ വിചാരിക്കരുത്. ഇപ്പം ഭാര്യ നിങ്ങളോട് അത് ചോദിക്കുന്നില്ലായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇടയ്ക്കൊരു കോംപ്ലിമെന്റ് കൊടുത്താലും അവർ ചിലപ്പോൾ അതിന് പ്രതികരണമൊന്നും തന്നില്ലായിരിക്കും. പക്ഷെ ഇത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. ഇടയ്ക്ക് അപ്പോൾ അതിനിങ്ങനെ ചിലപ്പം ഇപ്പം ഇനി ഇത്രയും പ്രായമായില്ല, അല്ലെങ്കിൽ ഇനി 1-2 പിള്ളേരൊക്കെ ആയി, ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നുമല്ല. ഭാര്യനെ ഇടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അത് അവർക്ക് ഒരുപാട് സന്തോഷം നൽകും. ഇപ്പോൾ അത് കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹോം മേക്കേഴ്സ്, ഹൗസ് വൈഫ് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെ ആരും ഒരു വില കൊടുക്കാറില്ല. അവർ ചെയ്യുന്ന പണിക്കും അല്ലെങ്കിൽ അവർ കുടുംബം നോക്കുന്നതിനൊന്നും അവർക്കൊരു പണിയില്ല, അവള് വീട്ടിലിരിക്കുക എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. അവർ ചെയ്തു തരുന്ന, അവർ നേരം വെളുക്കുമ്പോൾ തൊട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിന് അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും ചെറിയ ചെറിയ പ്രശംസകൾ ചെയ്യുക. അതുപോലെ തന്നെ ഒക്കേഷൻസ്, സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ ലൈക്ക് ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ആദ്യത്തെ വർഷങ്ങളിൽ നിങ്ങൾ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഓർത്തിരുന്ന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നു, പോകെ ഇതൊക്കെ നിൽക്കും. പക്ഷെ ചിലപ്പോൾ ആദ്യ വർഷങ്ങളിൽ ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും കല്യാണത്തിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്നത്. അത് അവർക്ക് മാനസികമായി അവർ ചോദിക്കുന്നുണ്ടാകത്തില്ല, നിങ്ങൾ എൻ്റെ ബർത്ത്ഡേ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നൊന്നും ചോദിക്കുന്നുണ്ടാകത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിലൊരു സങ്കടം തോന്നും, ഇതൊന്നും ഇയാൾ ഓർക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് ഓർത്ത് വെച്ചിട്ട് ഇനി ഒന്നും നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാറ്റഗറി ആൾക്കാരാണ്, അവർക്ക് ഫ്രണ്ട്സാണെല്ലാം, അവരത് തുറന്നു പറയുകയും ചെയ്യും. നീ വന്നതുകൊണ്ട് അല്ലെങ്കിൽ കുടുംബം ആയതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു, പണ്ട് ഞാൻ എങ്ങനെ ജീവിച്ചിരുന്ന ആളാണ്, അത് അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പം അത് പോയി എന്നുള്ള രീതിയിലുള്ള സംസാരം ഒഴിവാക്കുക. നിങ്ങളവിടെ ഒരു ദിവസം കാലൊടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് നിങ്ങളുടെ ഭാര്യ മാത്രമാണ് കാണത്തുള്ളൂ. ഭാര്യ മാത്രമെന്നല്ല, വീട്ടുകാരൊക്കെ കാണും. പക്ഷെ ഒരിക്കലും ഒരു ഫ്രണ്ട്സും അവരുടെ വീട്ടുകാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വന്ന് 24/7 നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സാണ് വലുത്, കുടുംബം അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാര്യമാണെന്ന് ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക കേട്ടോ. അത് മാത്രമല്ല, അത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പറയണം. ഫ്രണ്ട്സിനേക്കാളും ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഫ്രണ്ട്സൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ നീയാണ് എനിക്കെല്ലാം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക.
പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു 10-30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഭാര്യമാർക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ കാണാൻ തുടങ്ങും. കാര്യമില്ലാതെയുള്ള ഒരു ദേഷ്യം, സങ്കടം, പെട്ടെന്ന് കരയുക, പിള്ളേരോട് ദേഷ്യം വരിക, അങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ്. കാരണം അവർക്ക് ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടാകാം. അവർ ആഗ്രഹിച്ച ഒരു ജീവിതം അല്ല അവർ ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വളരെ കുറച്ച് ആളുകൾക്കാണ് അവർ ആഗ്രഹിച്ച ജീവിതം കിട്ടുന്നത്. അപ്പം അങ്ങനെ അല്ലാത്ത കുറച്ച് ആളുകളെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതായത് അവർക്കിപ്പം അവർ ആഗ്രഹിച്ചൊരു പ്രൊഫഷൻ ചിലപ്പോൾ കല്യാണം കൊണ്ടോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ടോ ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരിപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവർ പിള്ളേരോട് ഇഷ്ടക്കുറവ് കാണിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ നശിപ്പിച്ചത് നിങ്ങളാണെന്നും പറഞ്ഞ് നിങ്ങളുടെ അടുത്തോ പിള്ളേരുടെ അടുത്തോ ഒന്നും ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പോലും തിരിച്ചറിയാതെ ആ ഒരു നഷ്ടബോധം അവരെ വേട്ടയാടുന്നുണ്ടാവും. അപ്പം അതിൻ്റെ കുറച്ച് സങ്കടങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പം ഡിപ്രഷനായിട്ടും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനായിട്ടൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാര്യ ഒരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ ഭാര്യ ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും ചോദിക്കണം ഇടയ്ക്ക്, നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആഗ്രഹങ്ങൾ, അതായത് ഇഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, നിനക്കൊരു പാഷൻ ഉണ്ടായിരുന്നോ, നിനക്കിനി അതിലേക്ക് തിരിച്ചു പോവാൻ എപ്പോഴെങ്കിലും താല്പര്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നിസ്സാര കാര്യം തയ്യൽ പഠിക്കാൻ വേണ്ട ആഗ്രഹമുള്ള ഒരാളായിരുന്നായിരിക്കും, അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഇപ്പം ബേക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ എന്താണ് കൂൺ കൃഷിയോ തേനീച്ചക്കൂടോ ഇതൊന്നും, അല്ലെങ്കിൽ എന്താണ് സെൽഫായിട്ട് എന്തെങ്കിലും ഒരു 4 കോഴിയെ വളർത്തി അല്ലെങ്കിൽ ഒരു ആടിനെയോ പശുവിനെയോ ഒക്കെ വളർത്തണം എന്നൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളോ വലിയ വലിയ ആഗ്രഹങ്ങളോ ഒക്കെ ഉള്ള ആളായിരുന്നായിരിക്കും നിങ്ങളുടെ ഭാര്യ. അതുകൊണ്ട് അതെപ്പോഴും ചോദിക്കുക. അതൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന ആളാണെങ്കിലും അയാൾ ചിലപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് അത് നിർബന്ധിതരായിട്ട് ചെയ്യുന്ന ഒരു ജോലിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് പണ്ട് ചെയ്യാതെ പോയിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഇപ്പോഴും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത്രയും നാൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ജീവിച്ചില്ലേ. അപ്പോൾ ഇനി അവരുടെ ഒരു പാഷനിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ അവരുടെ ഒരു പഠനം കണ്ടിന്യൂ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. പിന്നെ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് തിരക്കിലാണെങ്കിലും എന്തൊക്കെയും ആയിക്കോട്ടെ, ഇതൊരു ഭാര്യയും ഭർത്താവും തിരിച്ചറിയുന്നില്ല. ഭാര്യ ചിലപ്പം ജോലിക്ക് പോകുന്ന ആളാവാം, വീട്ടിലിരിക്കുന്ന ആളാവാം, അവരവരുടെ ബിസി ലൈഫുമായിട്ട് പോകുന്നു, ഭർത്താവ് വേറൊരു വഴിക്ക് പോകുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇപ്പോൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോവുക, സിനിമ കാണാൻ പോകുക, ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടോ? വളരെ ഡീപ്പായിട്ട് സംസാരിക്കാറുണ്ടോ? ഈ ലോകത്തുള്ള എന്തിനെ പറ്റിയും സംസാരിക്കാൻ മാത്രമുള്ള അടുപ്പം നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾക്കിടയിലുണ്ടോ? അത് ഉണ്ടാവേണ്ടത് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലാണ്. ഈ ലോകത്തുള്ള എന്തിനെ പറ്റിയും പോയിട്ട് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ നമുക്ക് പോയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു പരിധി വരെ സുഹൃത്തുക്കളോടും സംസാരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അതിനും അപ്പുറമായിരിക്കണം ഭാര്യയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, നിനക്കെന്തെങ്കിലും സങ്കടങ്ങളുണ്ടോ, നിനക്കെന്തെങ്കിലും കുറവുകളുണ്ടോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അത്രയ്ക്ക് ഡീപ്പായിട്ട് ഇരുന്ന് സംസാരിക്കണം. അങ്ങനെ പ്രശ്നങ്ങളെ പറ്റി മാത്രമല്ല, അതല്ലാതെ നമുക്ക് ലോകത്ത് നടക്കുന്ന എന്ത് കാര്യത്തിനെ പറ്റിയും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ടൈം കണ്ടെത്തിയിട്ട് സംസാരിക്കണം. ഇപ്പം ചിലപ്പോൾ തോന്നും പിള്ളേരും കുടുംബമൊക്കെ ആയിട്ട് നിൽക്കുന്നവരെ എങ്ങനെ സംസാരിക്കാനാണ്, എന്ത് സംസാരിക്കാനാണ്. അപ്പോൾ കുറേ ആളുകളുടെ പ്രശ്നം ഇതാ, ഇവളോടൊക്കെ എന്ത് സംസാരിക്കാനായിട്ട് ഇരിക്കുന്നത്, അവള് കുറേ അടുക്കള പണിയായിട്ട് മുഷിഞ്ഞ നൈറ്റി ഇട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, അല്ല ഇങ്ങനെ നടക്കുന്നു, അവളോടൊക്കെ എന്ത് സംസാരിക്കുക. അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തോ ഉറങ്ങുന്ന സമയത്തോ ഒക്കെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കുക. എനിക്ക് നിന്നെ പഴയതുപോലെ തിരിച്ചു വേണം എന്ന് പറയുക. അപ്പോൾ കാണാൻ ചിലപ്പോൾ ഒരു സങ്കടക്കടൽ ഇങ്ങനെ പൊട്ടി പൊട്ടി ഒഴുകുന്നത്. അപ്പൊ അത് ചെയ്യാത്തിടത്തോളം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് അത്ര ഊഷ്മളതയൊന്നും കാണത്തില്ല. ഇപ്പൊ ഒരു 10 വർഷമോ 20 വർഷമോ ഒക്കെ ഒരുമിച്ച് ജീവിച്ച അവർക്ക് മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്, പക്ഷെ ഒരിക്കലും
പരസ്പരം മനസ്സിലാകാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം ഈ ഒരു തലമുറയിൽ ഇത്രയൊക്കെ വിവരവും വിദ്യാഭ്യാസവും ബോധമൊക്കെ ഉള്ള നമ്മളും പഴയ തലമുറയെ പോലെ അങ്ങനെ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ മനസ്സിലാക്കാതെ പോവാതിരിക്കുക. അപ്പം ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരുപാട് ജെന്യുവിൻ ആയിട്ടുള്ള സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അവിടെ തീരും നമ്മുടെ 99% പ്രശ്നങ്ങളും. പിന്നെ പൊതുവെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അമ്മായിപ്പൻ അമ്മായിമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് സങ്കല്പങ്ങളുണ്ട് അല്ലേ, നമ്മളിങ്ങനെ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളെല്ലാവരെയും കാണുന്നത്. പൊതുവെ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ എല്ലാവരും, ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പറയാറുണ്ട്, നമ്മൾ കുറച്ച് കെയറിങ് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളെ എന്താണ് ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കല്യാണം കഴിയുമ്പോൾ തൊട്ട് ഇതാണ് ഒരു ഭാര്യയും ഭർത്താവും കേട്ട് വളർന്നു വരുന്നത്. അപ്പോൾ കല്യാണം കഴിയുമ്പോൾ തൊട്ട് അവർ ഭയങ്കര പ്രൊട്ടക്ഷനാണ്, ഭയങ്കര കെയറിങ് ആണ്. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇതിന് വേറൊരു വശവും കൂടിയുണ്ട്. എല്ലാവരും അങ്ങനെയല്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. എല്ലാത്തിനും ഇങ്ങനെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാതെ. അതുപോലെ തന്നെ ഭർത്താവ് പറയുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട്, ഭർത്താവിന് സാരി ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് ചവുന്നടം വരെ സാരി മാത്രം എടുത്തുകൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാരുണ്ടാവും. നേരെ തിരിച്ച് ഭർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഓക്കെ, ഇടയ്ക്കൊക്കെ സാരി ഉടുക്കണതിൽ അല്ലെ ചില ഒക്കേഷൻസിലൊക്കെ സാരി ഉടുക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ എൻ്റെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് വേറെയാണ്, ഞാൻ അതാണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരുണ്ടാവും. ഇപ്പോൾ വിവാഹം കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് ഭർത്താവിനെയും മക്കളെയും നോക്കി അങ്ങനെ ഒരു വീടിനുള്ളിലുള്ള ജീവിതം അല്ലാതെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലേഡീസ് ഉണ്ടാവാം, അല്ലെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം. അപ്പം നിങ്ങളുടെ ഭാര്യ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കല്യാണം കഴിച്ചു എന്നുള്ളത് ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഒന്നും ആയിട്ട് കരുതാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ പിടിച്ച് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് വീട്ടിൽ സാരി ഉടുത്തോണ്ട് നടന്ന് എന്നെയും പിള്ളേരെയും വീട്ടിലിരുന്ന് നോക്കി അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മേനെയും പരിചരിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ അത് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് ഒരിക്കലെങ്കിലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ കല്യാണം കഴിയുന്ന ഉടനെ തന്നെ മനസ്സിലാക്കുക. സംസാരിച്ചും കണ്ടും അറിഞ്ഞും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതനുസരിച്ച് മുമ്പോട്ട് ജീവിക്കുക കേട്ടോ. പിന്നെ കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങൾ വേറെ വീടെടുത്ത് മാറി താമസിച്ചു കഴിഞ്ഞാൽ തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ഇപ്പം എല്ലാവർക്കും അത് നടക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. വീട്ടിൽ നിന്ന് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ പല റീസൺ കൊണ്ടും കല്യാണം കഴിയുമ്പോഴേ കല്യാണത്തിന് മുമ്പെയോ വേറെ വീടെടുത്ത് മാറാനൊന്നും പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ചോ അല്ലെങ്കിൽ വാടകയ്ക്ക് വീടെടുത്തോ മാറി നിങ്ങളുടെ ഭാര്യനെ അവിടെ കൊണ്ടുവന്ന് ജീവിക്കുക. ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ വീട്ടുകാരല്ലെങ്കിൽ എൻ്റെ അച്ഛനെയും അമ്മേനെയും ഒക്കെ കെയർ ചെയ്യാനായിട്ടുള്ള ഒരു ആളെയാണ് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ള സങ്കല്പം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ പഴയ നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴും സഞ്ചരിച്ചിട്ടില്ല. കാരണം ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരെ വളർത്തുന്നത് ഒരിക്കലും ഞാൻ എൻ്റെ പെൺകുട്ടീനെ വളർത്തുന്നത് ഒരിക്കലും അവള് വേറൊരു വീട്ടിൽ പോയി അവിടുത്തെ ഭർത്താവിൻ്റെ വീട്ടിലെ വീട്ടുപണിയും ചെയ്ത് ഭർത്താവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ആരോഗ്യകാര്യങ്ങളും എല്ലാം നോക്കി അവിടെ ആ വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ വേണ്ടിയിട്ടല്ല. അവരെയൊന്നും നോക്കണ്ടെന്നും അല്ല ഞാൻ പറയുന്നത്. അവരുടെ ആരോഗ്യകാര്യങ്ങൾ നമുക്ക് പറ്റുന്ന പോലെ ശ്രദ്ധിക്കണം, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, നമുക്ക് അവരോട് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ഫുള്ളി ആ ഒരു വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ പെൺകുട്ടീനെ ഞാൻ വളർത്തുക അല്ലെങ്കിൽ അവളുടെ ലൈഫിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ മോൻ്റെ കാര്യം. ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കയറി വരുന്നത് ഒരിക്കലും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ പ്രൊഫഷനും ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങളെ പരിചരിക്കാനായിട്ട് ഇവിടെ നിർത്താനോ ഒന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ ഒരു വീടെടുത്ത് മാറിയതിന് ശേഷം മാത്രം അവൻ കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളതാണ്.
അതായത് നമ്മളൊരു സ്പേസ് കൊടുക്കണം. ഭാര്യയും ഭർത്താവും അവർക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡവും കാര്യങ്ങളും വേണം. അച്ഛനും അമ്മയും താമസിക്കുന്ന ഒരു വീട്ടിൽ തന്നെ അവർ വന്ന് താമസിക്കണം. പിന്നെ അവിടെ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നമ്മളെ കെയർ വരുന്ന കുട്ടിയോട് ചെയ്യുന്ന എന്ത് വലിയ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നോക്കുക. അപ്പം എന്തെങ്കിലും നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യേനെ ഒരു വ്യക്തിയായിട്ട് ജീവിക്കാനായിട്ട് അനുവദിക്കുക. എന്ന് വെച്ച് ഞാനീ പറയുന്നതിന് ഒരു ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണ്ട എന്നൊന്നും ഉള്ളതല്ല കേട്ടോ. അതിനൊക്കെ പല പല രീതികളുണ്ടാവും. നമുക്ക് പറ്റുന്ന പോലെ നല്ല നമ്മൾ റെസ്പോൺസിബിൾ ആണ്. പേരൻസിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. പക്ഷെ അതൊരിക്കലും ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ടായിരിക്കില്ല. പിന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് വരുന്ന ആളുകളും ഉണ്ടാവാം. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ ഒരു ഭയങ്കര നല്ല കുടുംബിനിയായിട്ട് കുലസ്ത്രീ ആയിട്ട് എനിക്ക് ജീവിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർക്ക് അങ്ങനെ. അതല്ലാത്ത പക്ഷം നമ്മൾ തിങ്ക് ട്വൈസ്. കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം, എൻ്റെ ഭാര്യ ഒരു പൊട്ടിയാണ്, അവളോട് അവളെ അങ്ങ് പറ്റിക്കാം എന്നൊക്കെയുള്ള തോന്നലുണ്ടാകും. പക്ഷെ അതായത് ഇപ്പം ചിലപ്പം വെളിയിലൊരു ബന്ധമുണ്ടാകുന്നതോ അതല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാവാം. ഇതൊക്കെ ഭാര്യമാരെ സമർത്ഥമായിട്ട് പറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ഭാര്യ ഒരിക്കലും ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവർക്ക് ഒരു പക്ഷേ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടാവാം. അപ്പം അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് പാർട്ട്ണറെ നമ്മൾ ചതിക്കാതിരിക്കുക കേട്ടോ.